ദൈവത്തിന്റെ ആളുകൾ ഗ്രഹിപ്പാനും ചിന്തിപ്പാനും ദൈവമായ കർത്താവ് നമുക്ക് സമയത്തെയും സന്ദർഭത്തെയും തന്നു. കർത്താവിന്റെ നാമത്തെ കുറിച്ചും നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ചും വ്യക്തമായി തിരുവനന്തപുരത്തിലൂടെ നമുക്ക് അധികമായി കേൾക്കാൻ കഴിഞ്ഞു. ആകയാൽ ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തില് അത് ഉപകാരമായി വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അന്ത്യകാലമാണ്, അല്പകാലം മാത്രമേ ഉള്ളൂ നനഞ്ഞിട്ട് ആരെയും തെറ്റിക്കുന്നതിന് വേണ്ടി അവർ കൂടാടി ശബരിക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരായ നാം സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത സ്ഥാനത്ത് അതുപ്രകാരമുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം നാം നല്ല ഒരുക്കവും തീരുമാനവും ക്രമീകരണവും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആവശ്യമാണ്. കർത്താവിന്റെ കൂടെ വ്യക്തമായി തെളിവായി നമുക്ക് അവരുടെ നാമത്തെ കുറിച്ച് കേൾക്കാൻ കഴിയും. ഞാനതിനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആകയാൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതായ നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ട്. നാം കേട്ടുവല്ലോ, ആത്മാവിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. ഇനിയും ഒരു വീണ്ടെടുപ്പോടെ നമ്മിൽ നടക്കുവാനുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. ആകയാൽ നാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് നമ്മളിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടിയുള്ളതായ ക്രമീകരണം നമ്മുടെ ജീവിതത്തില് ഏറ്റവും ആവശ്യമാണ്. അതിനനുസൃതമായ ജീവിതത്തിന്റെ പാതയില് അതിനനുസൃതമായി മുൻപോട്ട് പോകുവാനുള്ള ക്രമീകരണത്തില് ഈ നാളുകൾ അതിന് നാം ഒരുക്കപ്പെടുന്നവരായിരിക്കണം. ദൈവത്തിൽ കേട്ടതുപോലെ ആത്മാവെന്ന ആദികാലം ലഭിച്ചിരിക്കുന്ന നാം ഇനി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം ആകയാൽ കർത്താവിന്റെ അതിനുവേണ്ടിയുള്ളതായ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തില് അത്യന്താപേക്ഷിതമായ ഒന്നാകുമെന്നുള്ളത് നാം അറിയേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാതെ ഇന്നൊരാരെങ്കിലും ഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് കേട്ട വചനത്തിന്റെ മുൻപാകെ നിങ്ങളെ ഒരുക്കി കൊടുക്കണം. നിങ്ങളെ അതിനായി സമർപ്പിക്കണം. അവരുടെ നാമത്തിലുള്ളതായ സ്നാനത്താൽ നമുക്ക് വീണ്ടെടുപ്പ് പൂർത്തിയാക്കേണ്ടതിന് വേണ്ടി കേട്ട വചനപ്രകാരമുള്ള ഒരുക്കങ്ങൾ പ്രാപിക്കേണ്ടതിന് നമ്മെ തന്നെ അതിനായി ദൈവസന്നിധിയിൽ ഒരുക്കി കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആകയാൽ അതിനുള്ളതായ ക്രമീകരണം നമ്മുടെ ജീവിതത്തില് ആവശ്യമായിരിക്കുന്നു. അതിനുള്ളതായ തീരുമാനം നമ്മുടെ ജീവിതത്തില് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. കാരണം നാം കേട്ടതായ വചനത്തിന്റെ ഇനി കൂടുതലായിട്ട് പ്രസംഗിച്ചു പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആകയാൽ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മെ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ആകയാൽ നമ്മുടെ മധ്യശരീരങ്ങളെ ഉയർപ്പിക്കേണ്ടതിന് വേണ്ടി അഥവാ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്തിന് ലഭിക്കേണ്ടതിന് വേണ്ടി നാം അതിനുവേണ്ടിയുള്ളതായ ഒരുക്കങ്ങൾ തീരുമാനങ്ങൾ ദൈവസ്ഥലം എടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാകുന്നു. ആ അനുഭവത്തിലേക്ക് എത്തേണ്ടതിന് വേണ്ടി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കാം. അതത്രേ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ആകയാൽ ഈ വചനത്തിന് മുൻപാകെ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് നാമത്തിൽ സ്നാനമെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കേട്ട വചനത്തിന് മുൻപാകെ നിങ്ങളൊരു തീരുമാനമെടുക്കും. അതിനുള്ളതായ ക്രമീകരണത്തിലേക്ക് വരുമോ? ആ ക്രമീകരണം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ നമ്മേത്തിലേക്ക് താഴെ വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കും. അക്ഷരീയമായി ദൈവത്തിന്റെ യാഥാർത്ഥ്യത്തെ വിവരിച്ചിരിക്കുന്ന വചനപ്രകാരമുള്ള ക്രമീകരണം ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമായിരിക്കുന്നവരാണ്. അത് പ്രകാരം ഒരു നല്ല തീരുമാനം നമുക്ക് എടുക്കേണ്ടത് ആവശ്യമാണ്. ആ ദിവസഭ അനുകരിച്ചതായ വിശ്വാസം അപ്പോസ്തലന്മാരിൽ കൂടെ നൽകപ്പെട്ടതായ ഉദാഹരണത്തിൻ്റെതായ ആ അനുഭവത്തിന്റെ മുൻപിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നു എന്നുള്ളത് അറിയേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ പേര് പറയും യേശു പറഞ്ഞത് മാത്രമേ ചെയ്യൂ.
അപ്പോസ്തലന്മാർ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാണ് ചെയ്യണമെന്ന്. നമുക്ക് രാവിലെ കേട്ടുവല്ലോ യേശു എന്തുമാണ് പറഞ്ഞതെന്നും പെന്തക്കോസ്താളിൽ എന്താണ് സംഭവിച്ചതെന്നും അപ്പോസ്തലന്മാർ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കിയതെന്നും നമുക്ക് കേട്ടു കഴിഞ്ഞു. ആകയാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്നാണ്. കാരണം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് ഇന്ന് ദൈവസഭ കേൾക്കേണ്ടത്. അത് യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തെ നോക്കുമ്പോൾ അപ്പോസ്തലന്മാർ എഴുതിയതായ ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ ഇന്ന് നമുക്ക് വിശ്വസനീയമായിരിക്കുമ്പോൾ അത് കേൾക്കണ്ട എന്ന് ഉപദേശിക്കുന്നവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? അതനുസരിക്കേണ്ട എന്ന് പറയുന്നവരോട് നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? കാരണം അവർ എഴുതിയ പുസ്തകങ്ങൾ, യേശു ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. അപ്പോസ്തലന്മാരുടെ നമുക്ക് മുന്നറിയിപ്പായി ഇതെല്ലാം തന്നിരിക്കുന്നത്. അത് പ്രമുഖരാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസിന്റെ ജീവിതത്തിലും അനുഭവത്തിലും വ്യക്തമായ യേശു ദൈവപുത്രൻ തന്നെയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ ഓരോ ലേഖനങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. അത് കാരണം അത് പറയുവാൻ കാരണം ന്യായപ്രമാണം നല്ലതുപോലെ പഠിച്ചവരായിരുന്നു. നല്ലതുപോലെ പഠിച്ചവരാണ് ന്യായപ്രമാണം. മറ്റ് വിദ്യാസമ്പന്നതയെ വരേണ്ടതിനെ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചുവെന്നാണ് ചരിത്രം പറയുമ്പോൾ. ഗമാലിയൽ എന്ന് പറയുന്നത് ഉന്നത പണ്ഡിതനായിരുന്നതും ശ്രേഷ്ഠനായിരുന്നതുമായ ഒരു അദ്ദേഹത്തിന്റെ കൊച്ചുമകനായിരുന്നു ഗമാലിയൽ എന്നാണ്. ഗലീലിയ എന്ന് പറയുന്നതായ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായിരുന്നു എന്നാണ്. കാരണം ഏറ്റവും പാണ്ഡിത്യമുള്ള ഒരുവന്റെ കൊച്ചുമകനായിരുന്നു ഗമാലിയലെങ്കിൽ തന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച് സൂക്ഷ്മതയോട് പഠിച്ച് ഗ്രഹിച്ചു വളർന്നവരാകുന്നതായ പൗലോസിന് യേശുക്രിസ്തു ആരാണെന്ന് അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇന്ന് അനേകം ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്, ഉന്നത വിദ്യാ പഠനങ്ങൾ നടത്തുന്നുണ്ട്, ഡിഗ്രികൾ സമ്പാദിക്കുന്നുണ്ട് ദൈവസഭയില്. അവരൊക്കെ വലിയവരായിട്ട് കാണുന്നുണ്ടെങ്കിലും അനേകർക്കും യേശുക്രിസ്തു ആരാണെന്ന് അറിയാത്തതായ അനുഭവത്തിലാണ് കാണാൻ കഴിയുന്നത്. ആകയാൽ അതിന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്ത ഒരുവരും അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ലേഖനങ്ങൾ പഠിക്കാത്ത ഒരുവരും, പ്രത്യേക പൗലോസ് വെളിപ്പെടുത്തുന്ന ദൈവത്തിനെ കുറിച്ച് അറിയാത്ത ഒരുവരും അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായി അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയില് അപ്പോസ്തോലിക ഉപദേശത്തില് അപ്പോസ്തോലിക വിശ്വാസത്തില് അടിയുറച്ച് നിൽക്കുവാൻ അടിസ്ഥാനമുള്ളവരായി കേട്ടതുപോലെ അടിസ്ഥാനത്തിൽ നിൽക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് കാറ്റത്ത് ഉലയുന്നതായ വൃക്ഷം പോലെ അല്ല നാം ആകേണ്ടത്. നാം ധൈര്യശാലികളായി നിൽക്കുവാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അപ്പോസ്തലന്മാരിൽ കൂടെ കേട്ടതായ ദൈവത്തിന്റെ വചനം, അവർ നമുക്ക് ഉറപ്പിച്ചതായ ജീവന്റെ വചനം, ആ സത്യവചനത്തെ യഥാർത്ഥമായി അംഗീകരിക്കാനുള്ളതായ ഒരു ആത്മീയമാകുന്ന പ്രചോദനം നമ്മുടെ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി അതിനായ ഒരുക്കത്തോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പൗലോസിനെ കുറിച്ച് ചരിത്രം പഠിച്ചു വരുമ്പോൾ കുറച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ന്യായപ്രമാണം പഠിച്ച് തികഞ്ഞവനായിരുന്നുവെങ്കിൽ ന്യായപ്രമാണത്തെ അന്വേഷിച്ചതായി യഹോവയാണെന്ന് വ്യക്തമായി തനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞത് ഇതാ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ്. അത് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ അവൻ കേട്ട ശബ്ദം, നീ ഉപദ്രവിക്കുന്നവരായ യേശു തന്നെയാണ്. അവിടെയാണ് രൂപാന്തരപ്പെടുത്തി തന്റെ പേരിന് മാറ്റം വരുത്തി പൗലോസ് എന്ന പേരിന് അർഹനാക്കി. ജ്ഞാനികൾക്ക് രാജാക്കന്മാർക്കും ഇസ്രായേലിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ മാനപാത്രമാക്കിക്കൊണ്ട് പൗലോസിനെ ഉപയോഗിക്കുമ്പോൾ യഹൂദന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് യേശു ദൈവത്തിന്റെ പുത്രൻ തന്നെയാണെന്നാണ്. മനസ്സിലാക്കണം. പരസ്യമായി യഹൂദന്മാരെ മിണ്ടാതാക്കുവാൻ തക്കവണ്ണം
സത്യങ്ങളെ അത് പ്രഘോഷിച്ചവരായിരിക്കും. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങൾ യേശുക്രിസ്തു ആരാകുന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ പലരും പറയും പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു, അവൻ അറിവില്ലാത്തവനായിരുന്നു, സാധാരണക്കാരനായിരുന്നു എന്ന്. പക്ഷേ അങ്ങനെ ആകട്ടെ, എങ്കിലും സ്വർഗരാജ്യത്തിന് താക്കോൽ കൊടുത്തത് അവന്റെ കയ്യാണ്. ഈ താക്കോല് ദൈവം കർത്താവ് കൊടുത്തത് പത്രോസിന്റെ കയ്യിലാണെങ്കിൽ പത്രോസിൽ കൂടിയാണ് ഈ നാമത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചതെന്ന് കൂടെ നാം അറിയണം. ഇന്ന് രാത്രിയില് ആ പത്രോസിൽ കൂടെ കേൾക്കപ്പെട്ടതായ ദൂത്, ഈ പരിശുദ്ധാത്മാവ് നൽകിയ ദൂത് നമുക്കും ഇത് ഉപകാരമായിരിക്കുകയാണ്. വിശ്വാസപ്രകാരം സഭയുടെ അടിസ്ഥാന ഉപദേശം 7ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ 7 അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ സഭ നിൽക്കേണ്ടത്. ആ ഉപദേശത്തിലാണ് നാം പോകേണ്ടത്. 1 മാനസാന്തരം, 2 പാപമോചനത്തിന് വേണ്ടിയുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം, 3 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 4 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, 5 കൂട്ടായ്മയെ തിരിക്കണം, 6 ഇതാ അപ്പം നുറുക്കാനും, 7 പ്രാർത്ഥന കഴിക്കണം. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. അങ്ങനെയുള്ളവരെ ദൈവവചനത്തിൽ പറയുമ്പോൾ പ്രവൃത്തി 2-ാമത്തെ അവസാന വാക്യം പറയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ഈ ഉപദേശത്തെ അംഗീകരിക്കുന്നവരെ, രക്ഷിക്കപ്പെട്ടവരെ കർത്താവാണ് സഭയോട് ചേർത്തിരിക്കുന്നത്. ആ സഭയുടെ അംഗങ്ങളാണോ നാം? ചിന്തിച്ച് ആ സഭയുടെ അംഗങ്ങളാണോ നാം? സംശയത്തോടിരിക്കാനല്ല, ഇരുതോണി കാല് വെച്ചിരിക്കാനല്ല, അതെ ആ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് നാം. പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാകുന്നു. ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തെ കുറിച്ച് മുമ്പേ കർത്താവിനെ ഓർപ്പിച്ചല്ലോ. ആ കൂട്ടത്തിലുണ്ടോ? തോന്നിയവരെ സഭയെ, പ്രിയ സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, പിതാക്കളെ, നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടോ? രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. ആ സഭയുടെ അംഗമാണ് ഞാനെന്ന് ഉറപ്പ് പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്ന് യാത്രയിലുണ്ടെങ്കിൽ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സഭയെ ഉറപ്പിക്കാം. ഈ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുന്നേൽക്കാം. ഈ അടിസ്ഥാനത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ തയ്യാറെടുത്തോടെ പോകാം. വീട് പോകാതിരിക്കാൻ നമ്മുടെ ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദിവസത്തിൽ കേൾക്കപ്പെട്ടതായ ഉപദേശത്തിലും ദൈവവചനത്തിലും ദൈവസഭ നിങ്ങൾ പഠിച്ച് ഗ്രഹിച്ചു വളരുവാൻ നിങ്ങളെ അതിനായി ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ഇത് കേട്ടത് കൊണ്ട് മതിയായി നിങ്ങൾ ആക്കരുത്. ഇതാ അങ്ങനെ ചിന്തിക്കരുത്. അതിൽ തുടർന്നും ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ്. തുടർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, അതിനുള്ള സമയങ്ങളെ കണ്ടെത്തി അതിനുള്ള ഒരുക്കത്തോടെ നിങ്ങൾ കടന്നു പോകുവാൻ ഇന്ന് രാത്രി ആ തീരുമാനം നിങ്ങളിലുണ്ടാകട്ടെ. അതിനായി നിങ്ങൾ ആഗ്രഹിക്കുക. അങ്ങനെ വിശാലത, ആത്മീയമായ പരിവർത്തനം നമുക്കുണ്ടാകുവാൻ വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിൽ കൂടെ സഹായിക്കട്ടെ. ഞാനൊന്ന് കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇന്ന് രാത്രിയിലും ഈ വചനങ്ങളിൽ കൂടെ നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവത്തോട് ചോദിക്കുക. അത് ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തരട്ടെ. അപ്രകാരമുള്ള അനുഭവങ്ങൾ, അപ്രകാരമുള്ള ക്രമീകരണങ്ങളാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുണ്ട്. നിശ്ചയമായി ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് അതിനുള്ളതായ ക്രമീകരണത്തോടെ ഞാൻ നിങ്ങൾ പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ പഠനം നാളെ നമുക്ക് ആവശ്യമാണ്. അതിൽ കൂടെ വളർന്നു വരുവാൻ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളതായ ഒരു ക്രമീകരണം പ്രാപിച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന് മാത്രം പറയാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ.